പ്രതീക്ഷയോടെ നാട് കാത്തു നിൽക്കുകയാണ്. ഇന്ന് 6 ദിവസം ആറാമത്തെ ദിവസം നമ്മുടെ മുന്നിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിമിഷവും തെരച്ചിൽ തുടരുന്നുണ്ട്. പക്ഷേ അവിടെ മഴ പെയ്യുന്നുണ്ട് എന്നതാണ് സിജു നമ്മളോട് അവിടെ നിന്ന് പറയുന്നത്. അതൊരു വെല്ലുവിളിയാണ്. പക്ഷേ എങ്കിലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അർജുൻ തിരികെ വരുന്ന ആ നിമിഷത്തിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പാണ് നമ്മുടെ മുൻപിലുള്ളത്. മനു, വാക്കുകൾക്കൊക്കെ അതീതമാണ് ഇവിടുത്തെ സാഹചര്യം. കാരണം കഴിഞ്ഞ കുറേ ദിവസമായി അവർ വലിയ പ്രതീക്ഷയിലാണ് ഉണ്ടായിരുന്നത്. അർജുൻ പൂർണ്ണ ആരോഗ്യവാനായി മടങ്ങി വരും എന്ന പ്രതീക്ഷയിൽ. എന്നാൽ ഇപ്പോൾ ചെറിയ തരത്തിലുള്ള ആശങ്ക അവരെ അലട്ടുകയാണ്. കാരണം തുടക്കം മുതൽ നേരത്തെയൊക്കെ തന്നെയും സൂചിപ്പിച്ചതാണ്, രക്ഷാപ്രവർത്തനത്തിലുണ്ടായ പാളിച്ച കാരണം അത് 6 ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഈ അർജുനെ കാണാതായതിനു പിന്നാലെ തന്നെ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ്, അർജുൻ്റെ ഭാര്യയാണെങ്കിലും സഹോദരിയാണെങ്കിലും പിതാവാണെങ്കിലും കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കുന്നു. പൂർണ്ണ വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നു അർജുൻ മടങ്ങി വരും എന്നതിൽ. പക്ഷേ ഇപ്പോൾ വലിയ ആശങ്ക അവരെ അലട്ടുന്നു. കാരണം 6 ദിവസം കഴിയുമ്പോൾ എങ്ങനെയാണ് ഒരു ട്രക്കിനുള്ളിൽ അർജുന് കഴിയാൻ പറ്റുന്നത്? ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ പോലും വലിയ വീഴ്ചയുണ്ടായി. സൈന്യം എവിടെ എന്നതാണ് അവർ ചോദിക്കുന്നത്. സൈന്യം ഇന്ന് രാവിലെ രക്ഷാദൗത്യം ഏറ്റെടുക്കും എന്ന് ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് വൈകുന്നത് എന്ന കാര്യമാണ് അവർ ചോദിക്കുന്നത്. അതായത് നേരം പുലർന്നാലെങ്കിലും സൈന്യം ആ ദൗത്യം ഏറ്റെടുക്കും എന്നൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. കാരണം ഓരോ സെക്കൻഡുകളും അവർക്ക് പ്രധാനമാണ്. രാത്രി തിരച്ചിൽ നിർത്തുന്നു. തിരച്ചിൽ നിർത്തിയതിനു പിന്നാലെ വലിയ പ്രയാസം അവർ പറഞ്ഞിരുന്നു. കാരണം അവരെ സംബന്ധിച്ച് അർജുനെ ജീവനോടെ പുറത്തെടുക്കുക എന്നതിനപ്പുറം മറ്റൊന്നും ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ രക്ഷാദൗത്യം രാത്രി നിർത്തിവെച്ചത് എന്ന ചോദ്യം അവർ ഉന്നയിച്ചിരുന്നു. പ്രതികൂല കാലാവസ്ഥയാണ് എന്നതാണ് അധികൃതർ പറയുന്നത്. പക്ഷേ നമ്മൾ പലപ്പോഴും കണ്ടതാണ്, ഈ കേരളത്തിൽ ഉൾപ്പെടെ വലിയ ഉരുൾപൊട്ടലുണ്ടായപ്പോഴും ഭൂമിക്കടിയിൽ ആളുകൾ ഉണ്ടോ എന്ന സംശയം ഉള്ളപ്പോഴും നമ്മൾ രക്ഷാദൗത്യത്തിൽ കനത്ത മഴയിലൊക്കെ തന്നെയും രക്ഷാദൗത്യത്തിൽ മുഴുകിയിരുന്നു. എന്തുകൊണ്ടാണ് കർണാടകയിലേക്ക് എത്തുമ്പോൾ അത് സാധ്യമാവാത്തതെന്ന ആശങ്ക തന്നെയാണ് ഇവിടുത്തുകാർ ഉൾപ്പെടെ പങ്കുവെക്കുന്നത്. ഏതായാലും സൈന്യം വേണം എന്നൊരു പ്രധാന ആവശ്യം ഇവർ ഇന്നലെ തന്നെ ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെ സൈന്യത്തെ ഈ രക്ഷാദൗത്യം ഏറ്റെടുപ്പിക്കുന്നു. പക്ഷേ ഇതുവരെ സൈന്യം രക്ഷാദൗത്യം ഏറ്റെടുത്തില്ല എന്നിടത്ത് വലിയ വേദനയാണ് അവർ പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ മാധ്യമങ്ങളോട് നേരിട്ട് പ്രതികരിക്കുന്നില്ല. സൈന്യം എത്തിയാൽ തങ്ങൾ പ്രതികരിക്കാം എന്നതാണ് ഇപ്പോൾ ഈ 11:30 കൂടി എത്തുമെന്നാണ് അവസാനം നമ്മുടെ മുൻപിലേക്ക് വരുന്ന സൈന്യവുമായി ബന്ധപ്പെട്ട വിവരം. മേഘ നേരത്തെ 10 മണിക്ക് വരുമെന്നായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ 11:30 കൂടി ബൽഗാവിയിൽ നിന്ന് 60 അംഗ സംഘം എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മനു, ഈ സമയം മാറുമ്പോഴും ഇവരുടെ ആശങ്ക വർദ്ധിക്കുകയല്ലാതെ അവർക്ക് ആശ്വാസം എന്ന് പറയാൻ ഒന്നും പറ്റുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം ഈ സമയത്തിലല്ല, എപ്പോഴാണ് ഈ ദൗത്യം തുടങ്ങുക എന്നതിലാണ് ഇവർക്ക് ആശങ്ക. അർജുനെ പൂർണ്ണ ആരോഗ്യവാനായി തന്നെ രക്ഷിച്ചെടുക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ രക്ഷാദൗത്യം നല്ല രീതിയിൽ പുരോഗമിക്കണം. സൈന്യം എത്തണം എന്നൊരാവശ്യം അവർ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സൈന്യം എത്താത്തിടത്തോളം അവർക്ക് അതിലും പ്രതീക്ഷ വെച്ച് പുലർത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഏതായാലും ഈ രക്ഷാപ്രവർത്തനത്തിലെ പാളിച്ച തന്നെയാണ് അവർ പങ്കുവെക്കുന്നത്. ഇതിന് മുൻപേ തന്നെ അവർ പറഞ്ഞിരുന്നു. കാരണം ഈ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ അവിടെ അറിയിച്ചിരുന്നു, അതുമുതൽ ഇന്നത്തെ ദിവസം വരെ അടിമുടി വലിയ പാളിച്ച ഉണ്ടായി, അല്ലെങ്കിൽ അർജുൻ ഇവിടെ ഉണ്ടായേനെ എന്ന കാര്യം കൂടിയാണ് അവർ പറയുന്നത്. ഏതായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല, പതിയെ പതിയെ മാറുകയാണ്. എന്താണ് നടക്കുന്നത് എന്ന് പോലും അറിയാതെ കൃത്യമായ വിവരം ജിതിൻ അവിടെ ഉണ്ടെങ്കിലും കൃത്യമായ വിവരം അവരിലേക്ക് എത്തുന്നില്ല എന്ന വലിയ പ്രയാസം കൂടി അവർ പങ്കുവെക്കുന്നുണ്ട്. ഓരോ നിമിഷവും അവർക്ക് പ്രധാനപ്പെട്ടതാണ്. അതിൽ മുന്നിൽ കണ്ടുകൊണ്ട് അധികൃതരും മുൻപോട്ട് നീങ്ങണം എന്നൊരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. മനു, വിഷയം